അതൊന്നും പറഞ്ഞു ഗൈസ്. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാമോ ഗൈസ്? നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ഇൻറ്റേൺഷിപ്പാണ്. നമ്മൾ ഇൻറ്റേൺഷിപ്പിനായി രാവിലെ 8 മണിക്ക് എത്തേണ്ട സമയമായി. നമ്മളിപ്പോൾ എത്ര മണി? 8 മണിയായി. നമ്മൾ എത്താറായി. രാവിലെ 5:30 ദിവസമായതുകൊണ്ട് അവർ 8:45 ആകുമ്പോഴേക്കും എത്താനാണ് പറഞ്ഞത്. നമ്മൾ നമ്മുടെ ആ ഒരു സ്ഥലം പറഞ്ഞില്ല. ചവറ IREL ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയിലാണ് നമ്മൾ. അതിമനോഹരമായ കടൽ തീരങ്ങളുടെ അടുത്തുള്ളൊരു കമ്പനിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിന് മുന്നേ 2-ാം തീയതി പോയി. പക്ഷെ പോയപ്പം അവർ നമുക്ക് ഒരു ഫോം വന്നിട്ട് പറഞ്ഞു വിട്ടു. അന്ന് കൊണ്ടുവന്നായിരുന്നു. നമ്മൾ വണ്ടിക്കൊക്കെ പോയി ആണ് വന്നത്. അപ്പം അന്ന് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇന്ന് നമ്മൾ 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് കയറി എന്നിട്ട് ഇപ്പം 8 മണിയായപ്പം എത്തി. കുറെ നടക്കാനുണ്ട്. ബസ് എണീറ്റു. ഇതിനു വേണ്ടി ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഭയങ്കര മോട്ടിവേഷൻ, ഭയങ്കര ഉത്തരവാദിത്വം. രാവിലെ എണീറ്റ് രാവിലെ ഒരുങ്ങി രാവിലെ ബസ് പിടിച്ച് രാവിലെ ഇവിടെ പറയാനുള്ളവരോടൊക്കെ ഫോൺ വിളിച്ച് പോവാ. ഫോൺ ഉപയോഗിക്കാൻ പറ്റൂല കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഉപയോഗിക്കണം. വല്ല കിട്ടുന്നുണ്ടാവോ? ബാക്ക് ക്യാമറ തിരിച്ചു വെച്ചെടുക്കുന്നതുകൊണ്ട് എന്തുവാ കിട്ടുന്നതെന്ന് അറിയത്തില്ല. റെക്കോർഡ് ഓണാന്ന് പോലും അറിയത്തില്ല. സൗണ്ട് കേട്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ കയറും. 8:40 അപ്പോൾ ഇപ്പോൾ കയറാൻ പറ്റുമെന്ന് അറിയില്ല. ഗേറ്റിൻ്റെ അവിടെ തന്നെ നമ്മൾ പാസ് വാങ്ങണം. ഫോൺ അവിടെ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. അവർ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇൻറ്റേൺഷിപ്പിൻ്റെ വിശേഷം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. അതെ, അതിനകത്ത് കയറിയിട്ടുള്ള കാര്യം ഞങ്ങളിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഞങ്ങളുടെ ചള മാത്രം കാണിക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോകുമ്പം ഉള്ള എക്സൈറ്റ്മെന്റിൽ പോകും. വണ്ടിയൊക്കെ തിരിച്ചു വരുമ്പം നമ്മൾ അവിടുത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് വരും. യെസ്, നമ്മൾ എത്തി ഗൈസ്. IREL എത്തി. ബൈ. ദൂരേന്ന് കാണാം. രാവിലെ ഇത്തിരി സമരമൊക്കെ ഉണ്ട് ഗൈസ്. ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ സമരം. അയ്യോ, അവിടെ സെക്യൂരിറ്റി. നമ്മുടെ പരിപാടി നേരത്തെ കഴിഞ്ഞു ഗൈസ്. മാം വന്നില്ല ഗൈസ്. മാം വന്നു ഗൈസ്. ലേറ്റായിപ്പോയി. ഞങ്ങൾ രാവിലെ പോയി അവിടെ ഇരുന്നു. കുറേ നേരം വീണ്ടും വെറുതെ ഇരുന്നു. പിന്നെയും അവിടെ ഓഫീസിൽ പോയി മാം വന്നു നോക്കും. അവർ പറയും വന്നില്ല. കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാ ഒക്കെ ഇപ്പൊ പറയണം. നമ്മൾ പിന്നെയും വെറുതെ ഇരിക്കും. പിന്നെയും പോവും. 2 കൂട്ടുകാരെ കിട്ടി ഗൈസ്. ഒരു ആരോമൽ, പിന്നെ ഒരു കൂട്ടുകാരുടെ പേര് അശ്വിൻ. 2 പേരെ കിട്ടി. ആരോമൽ ഭയങ്കര തുള്ളിട്ടേ. അപ്പോൾ ഫുൾ കഥയും പറഞ്ഞല്ലേ. അശ്വിൻ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഉച്ചവരെ വെറുതെ ഇരുന്നിട്ട് പിന്നെ വെറുതെ ഇരുന്ന് എന്നിട്ട് പിന്നെ ക്യാൻറ്റീനിൽ പോയി ചോറ് തിന്നിട്ട് പിന്നെ ക്യാൻറ്റീൻ കണ്ടുപിടിച്ച് ചോറുണ്ടാണ്. അവിടെ പോയിട്ട് നമ്മുടെ ചോറിനിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ സെക്യൂരിറ്റി പിടിച്ച് കുറേ ഡയലോഗ് അടിച്ചു. പിന്നെ അയാളോട് കുറച്ച് നേരം കണുകുണു വർത്താനൊക്കെ പറഞ്ഞ് ഇറങ്ങി. പിന്നെ കുറേ നേരം ഞങ്ങൾക്ക് അവിടെ ഒരു സ്ഥലം തന്നായിരുന്നിരിക്കാൻ. അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മിസ് ഞങ്ങളെ കാണൂല എന്ന് വിചാരിച്ച് പിന്നെ മിസ്സിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ ഇറങ്ങി വന്ന് പറഞ്ഞു മിസ് ഇപ്പം വന്ന് പക്ഷെ ഇപ്പം പോവും ഇറങ്ങിയെന്ന് പറഞ്ഞു. ഓടി താഴെ വന്നപ്പോൾ മിസ് കാർ എടുത്ത് മറ്റേ സിനിമ സ്റ്റേജിൽ വളയ്ക്കുന്നു. പിന്നെ ഓടി ചെന്നിട്ട് പോവില്ലേ എന്നിട്ട് പിന്നെ കൈ കാണിച്ച് വിളിച്ചു. അപ്പം ആ മാം പറഞ്ഞ് എന്താ ഇപ്പം ഇത്രയും നേരം ആയില്ലേ, പുള്ളിക്കാരിക്ക് പോയിട്ട് എന്തോ അർജൻറ്റ് കാര്യമാണ് അപ്പോൾ പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിക്കാരി നമ്മളിവിടെ ചവറ വരെ വണ്ടിക്കാക്കി തന്നു. ഇപ്പോൾ നമ്മൾ ബസ്സിലാണ്. സമയം 1:52. നമ്മുടെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. ഡേ 1. അതൊന്നും പറഞ്ഞു. വ്ളോഗിൻ്റെ പാർട്ട് 3. നമ്മൾ ബസ് ഇറങ്ങി ഇപ്പോൾ വീട്ടിലേക്ക് അബദ്ധം പറ്റി. അതായത് നമ്മൾ ഒറ്റ ബസ്സിലായിരുന്നു. ചവറയിൽ നിന്ന് എളമ്പള്ളൂർ വരെയുള്ള ഒറ്റ ബസ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഭരണിക്കാവിലേക്ക് ടിക്കറ്റ് എടുത്തു. ശരിക്കും നമുക്ക് കടപ്പുഴ ടോൾ ജംഗ്ഷൻ ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ എളമ്പള്ളൂർ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. അതാണ്. പിന്നെ ഭരണിക്കാവ് പറ്റിയപ്പോഴേക്കും കണ്ടക്ടറിനോട് നമ്മൾ എക്സ്ട്രാ പൈസ എടുത്തിട്ട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാം.
അപ്പോൾ അയാൾ ചോദിച്ചു എന്ത് നോക്കിയാണ് ഇത് ബോർഡ് നോക്കിയില്ലായിരുന്നു നമ്മൾ പറഞ്ഞു കണ്ടില്ലായിരുന്നു. അപ്പോൾ അയാൾ എന്തോ തന്നു. നമ്മൾ ഇതായി ഇപ്പോൾ ഇവിടെ പറഞ്ഞു അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് നടക്കാനുണ്ട്. അതായത് ഇന്റേൺഷിപ്പ് വാസ് ലൈക്ക് ചെല്ലുക, ഇരിക്കുക, കഴിക്കുക, തിരിച്ചു വരിക. ഇറ്റ് ഈസ് ഗുഡ്. ഫസ്റ്റ് ഡേ മേ ബി അറിയില്ല, നാളെ തൊട്ട് പട്ടിപ്പണിയാണോ എന്ന് അറിയില്ല. ഒരു സെക്കൻഡ്, ആരക്കൂടെ വന്നത്. മഴക്കൂടാണ്. അപ്പോൾ ഇതെൻ്റെ സ്ഥലമാണ്. നമ്മൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. ബൈ ദ വേ, ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നമ്മളിതൊരു സീരീസ് പോലെ ചെയ്യുമായിരിക്കും. അതുകൊണ്ട് ഓരോ ദിവസം എങ്ങനെയാണെന്ന് ലൈവ് അപ്ഡേറ്റാണ്. ഇതിന് മുന്നേ ഞങ്ങൾക്ക് തിങ്കളാഴ്ച പോയാൽ മതി. ഇതിന് മുന്നേ 2-ാം തീയതി പോയി. 2-ാം തീയതി പോയി കഴിഞ്ഞപ്പോൾ അന്ന് ഞങ്ങളുടെ ഇന്റേൺഷിപ്പിൻ്റെ മെൻഡർ മാം വന്നിട്ടുണ്ടായില്ല, ലീവായിരുന്നു. അപ്പം ഞങ്ങളോട് പറഞ്ഞു ഇനി വ്യാഴാഴ്ച വന്നാൽ മതി, ഇന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ടാണ് അപ്പം അന്ന് നമുക്ക് കുറച്ച് ഫോമൊക്കെ തന്നിരുന്നു, ഫിൽ ഔട്ട് ചെയ്തിരുന്നു കൊണ്ടുവരാനും വേണ്ടി. അങ്ങനെ ഞങ്ങൾ നല്ല ഫില്ലൗട്ട് ചെയ്തു. മേ ബി ഇത് റിപ്പീറ്റ് ആയിട്ട് 2-ാമത്തെ പ്രാവശ്യം പറയുമായിരിക്കും. രാവിലെ പറഞ്ഞൊരു ചെറിയ ഓർമ്മയുണ്ട്. അതെ, സാരമില്ല. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് പോയി. അതാണ്. മേ ബി കട്ട് ചെയ്തില്ല. കട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കി. അങ്ങനെ അപ്പം നമ്മൾ അത് കാരണം ഇന്ന് 2-ാമത്തെ പ്രാവശ്യം പോയതാണ്. പക്ഷെ 2-ാമത്തെ പ്രാവശ്യം പോയിട്ട് നമുക്ക് ഇന്റേൺഷിപ്പ് എന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ല. അതാണ് കോമഡി. ഫസ്റ്റ് ഡേ ഇന്നും ഫസ്റ്റ് ഡേയുടെ ഒരു സാധനം വെറുതെ ഇരുന്ന് മറ്റേ പ്രവേശനോത്സവത്തിന് ആദ്യത്തെ ദിവസം കൊണ്ടിട്ടിട്ട് ഉച്ചയ്ക്ക് കിട്ടിയെന്നുള്ള കാര്യം മാത്രമേ നടന്നുള്ളൂ. അവർ കൊള്ളായിരുന്നു. IREL ബെൽറ്റ് 2 പേർ. അങ്ങനെ ഓക്കെ, കുറച്ച് നാട് പോലെ തോന്നുമെങ്കിലും ഞാനെൻ്റെ സ്ഥലത്ത് വെച്ച് കാണിച്ചിരിക്കുന്നു. എന്തുവാ നീ കാണിക്കുന്നു? അങ്ങനെ കാണുമ്പോൾ കുറച്ച് കാട് വൈബ് ഉണ്ടെങ്കിലും ഇറ്റ്സ് ആക്ച്വലി ബ്യൂട്ടിഫുൾ. വളരെ നല്ല രസമാണ് അല്ലേ ആഡ്സ്കി? അപ്പോൾ നമ്മൾ നടന്ന് വീടെത്താറാകുമ്പോൾ ഇനി കുറച്ചിങ്ങനെ നേരെ നടക്കാനുണ്ട്. ഇന്റേൺഷിപ്പ് 30 ദിവസത്തെ സീരീസ് ആയിട്ട് പ്ലാൻ ചെയ്തെങ്കിലും പക്ഷെ 30 ദിവസം കാണത്തില്ല. 30 ദിവസം ഒന്നും കാണത്തില്ല. ഡെയിലി എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഡെയിലി പോകുന്ന തിരിച്ചു വരുന്ന ഇത് തന്നെ എല്ലാ വീഡിയോയിലും കാണത്തുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കല്ലടയുടെ ഗ്രാമീണത ആസ്വദിക്കാൻ നമുക്ക് പിന്നെ ഒരു ദിവസം പോകാം. ബൈ. അപ്പം ഇതായിരിക്കും ഔട്ട്റോ. പ്രാവശ്യം വന്നപ്പോൾ ആ മാമൻ പറഞ്ഞു 8 മണിയാകുമ്പോൾ വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ 8 മണിക്ക് എത്തണ പോലെ ബാഡ്ജും തന്നു. എനിക്ക് കിട്ടി എൻ്റെ ഉള്ളിലാണ്, എനിക്ക് എടുക്കാൻ വയ്യ. അത് വെള്ളപ്പുക, നല്ല വെള്ളപ്പുക. വെള്ളപ്പുക നിനക്കല്ല ഇഷ്ടം. ബാഗ് താഴോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓടി 2 ചാട്ടത്തിന് താഴെ വന്ന് കഴിഞ്ഞപ്പോൾ ഓടി ഇറങ്ങി. എന്നാലും താഴെ വന്ന് മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഇന്റേൺഷിപ്പിന്റെ ഡേ 1 കംപ്ലീറ്റഡ്.